കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ മരിച്ച ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾക്കിടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ദിവസം നമ്മൾ അവിടെ മനസ്സുകൊണ്ടെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞേ. മാനസ പൂജയായിട്ടെങ്കിലും നമ്മൾ മനസ്സിൽ എല്ലാം ഇങ്ങനെ ഒരു ബലിയിടാത്തവർ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ആ മാനസ പൂജയായിട്ടെങ്കിലും നമ്മൾ സങ്കല്പിച്ചെങ്കിലും വയ്ക്കുമ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പണ്ട് മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ തിരുവോണമൂട്ടോ കുട്ടികൾക്ക് ബാലയൂട്ടോ നടത്തും. ചില ക്ഷേത്രങ്ങളിൽ അതുണ്ട്. അതുപോലെ ഈ ദുർമരണപ്പെട്ട ആത്മാക്കളുണ്ട്, അവരൊക്കെ ചിലപ്പം ഈ പിതൃലോകത്തേക്ക് പോകാൻ വേണ്ട രീതിയിൽ അവർക്ക് ഉപചാരങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഞാൻ മരിച്ചാൽ ചിലപ്പോൾ ഞാൻ പിതൃലോകത്ത് പോവില്ല. കാരണം ഞാൻ എപ്പോഴും അമ്മ 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 നീ കാളി ഉപാസിക്കുന്ന ആളാണ്. അമ്മേ അമ്മേ അമ്മയെന്ന് ഉപാസിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ മരണം പോലും അമ്മയുടെ അടുത്തായിരിക്കണം, അമ്മയോട് കൂടി നിൽക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ ചോറ്റാനിക്കരയിലെല്ലാം ആണി അടിച്ചിരിക്കേണ്ടി വരും. കാരണം പിതൃലോകത്തേക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം പിതൃലോകത്ത് എത്തണമെങ്കിൽ നാരായണ ജപിച്ച് ഭഗവാന്റെ ഭക്തരാവണം എന്ന് പറയുന്നത്. ഭഗവാനെ അത്രത്തോളം നമ്മുടെ എല്ലാ ദോഷങ്ങളും തീർന്നാലാണ് അങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ ആക്സിഡൻ്റൽ ഡെത്ത്, അങ്ങനത്തെ അപമൃത്യു, ഇതെല്ലാം ഇങ്ങനെ ഇപ്പം നമ്മൾ സ്വയം മരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായാലൊക്കെ അവരൊക്കെ ഭഗവതി ഇങ്ങനെ മരിക്കുന്ന സമയത്ത്, ആ ശ്വാസം പോകുന്ന സമയത്ത് അവനറിയുമല്ലോ സ്വയം ഹത്യയാണെങ്കിൽ മറ്റേ, അപ്പോൾ അമ്മേന്ന് വിളിച്ച് അത്രയും മരിക്കുക. അപ്പോൾ ഓടി വരുന്നത് അമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്തായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അവരെ അവിടുന്ന് പിടിച്ച് പിതൃലോകത്തു നിന്നാണെങ്കിൽ ആവാഹിക്കാം, കാരണം പിതൃലോകത്തു നിന്ന് വിടും, പക്ഷെ ഇത് ചിലപ്പോൾ വിടില്ല അത്ര. അപ്പോൾ അവർക്ക് നമ്മൾ രക്ഷസിന് പത്മമിട്ട് നിവേദ്യം, രക്ഷസായിട്ട് ഇങ്ങനെ, അതായത് ത്രിശങ്കുവിൽ നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതല്ല സ്വർഗത്തിലും അല്ല നരകത്തിലും അല്ലാതെ ത്രിശങ്കുവിൽ നിൽക്കുന്നവരുണ്ട്. അതിനാണ് രക്ഷസിന് പത്മമിട്ട് നിവേദ്യം കഴിക്കണേ. അപ്പോൾ ചില വീടുകളിൽ ഒരുപാട് ദുർമരണങ്ങളും കുട്ടികളുടെ ബാലമൃത്യമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു 7 മാസമൊക്കെ നിങ്ങൾ ഇത് ചെയ്തോളൂ, പിന്നെ കൃത്യമായിട്ട് വർഷത്തിൽ 1 ചെയ്താൽ മതി എന്ന് പറയും. കാരണം ഒന്നും അവർ ചെയ്തിട്ടേ ഇല്ല എങ്കിൽ നമ്മളൊരു 7 എണ്ണമൊക്കെ ഒന്ന് ചെയ്യുക, അടുപ്പിച്ച് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ എപ്പോഴും പറ്റില്ലല്ലോ, അവർ 5 or 6 വർഷം കൂടിയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ എറണാകുളത്ത് അമ്പലത്തിലോ പാപ്പളത്തോ എവിടെ അച്ഛാ പോയിട്ട് ഒരു തിരുനാവായിലോ ചെല്ലാമറ്റത്തോ എവിടെ ഒരു 7 കൂട്ട നമസ്കാരത്തിനും കൊടുക്ക്, തിലഹവനത്തിനും കൊടുക്ക്. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ ആ 7 വർഷവും അവരെ അവർക്ക് വേണ്ടത് ചെയ്ത് ഒന്നിച്ച് കൊടുക്കുവാണ്. പക്ഷേ ഗതികേടുണ്ട്. എൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ആ മരിച്ച ദിവസം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾക്കിടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട ദിവസം നമ്മൾ അവിടെ മനസ്സുകൊണ്ടെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞേ. മാനസ പൂജയായിട്ടെങ്കിലും നമ്മൾ മനസ്സിൽ എല്ലാം ഇങ്ങനെ ഒരു ബലിയിടാത്തവർ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരെല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ആ മാനസ പൂജയായിട്ടെങ്കിലും നമ്മൾ സങ്കല്പിച്ചെങ്കിലും വയ്ക്കുമ്പോൾ അവരെ വിളിക്കുമ്പോൾ അവർ സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എല്ലാവരും അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്കിലും നേരിട്ട് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യണം. അപ്പോൾ കർക്കിടവാവിന്, അപ്പോൾ കർക്കിടവാവ് നിർബന്ധമല്ലേ? എല്ലാവരും ചെയ്താൽ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ കൺകണ്ട ദൈവങ്ങൾ 2 ഉള്ളൂ. ഒന്ന് സത്യമായത് നാഗദൈവങ്ങളെ നമുക്ക് കാണാം, ലക്ഷണം അപ്പം കാണിച്ചു തരും. അതുപോലെ പിതൃക്കളുടെ പിതൃശാപം, കാരണം ഈ സ്വത്തൊക്കെ പൈതൃകമാണ്, എല്ലാം പൈതൃകമാണ്. അപ്പം അവരുടെ പേര് പോലും അതെ. തെക്കിനെഴുത്ത് രാഘവപ്പണിക്കരുടെ മകളാണ് ഞാൻ, ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയാണ്, ഹരിയുടെയും ശ്രീയുടെ അമ്മയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ഐഡൻറ്റിറ്റി എന്താ, തെക്കിനെഴുത്ത് രാഘവപ്പണി, അവിടെ പൈതൃകമാണ്. അപ്പം ആ പൈതൃകത്തെ നമ്മൾ മറക്കരുത്. മറക്കാതിരിക്കണമെങ്കിൽ അവരെ നമ്മൾ അവർക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ 7 മക്കളുണ്ടെങ്കിൽ 6 പേര് ചെയ്തോട്ടെ എന്ന് ചിന്തിക്കരുത്, ഞാൻ ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കരുത്. മനസ്സുകൊണ്ടെങ്കിലും കർക്കിടകവാവ് എല്ലാവരും ചെയ്യണം. ഇനി അത് ചെയ്യുന്നത് തലേ ദിവസം ഒരിക്കലെടുത്ത് നമ്മൾ ശുദ്ധമായി തന്നെ ഇത് ചെയ്തിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഒരു നേരം മാത്രം ഉഴുന്ന് കൂട്ടില്ല, ഉള്ളി കൂട്ടില്ല. അതൊക്കെ എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിൽ മറ്റ് ദുർവികാരങ്ങൾ വരാതിരിക്കാനാണ്, മനസ്സിനെ ശാന്തമാക്കാനാണ്. കാരണം നമ്മുടെ അച്ഛനോടുള്ള അമ്മയോടുള്ള ഭക്തി കൊണ്ട് നമ്മുടെ മനസ്സിനെ ഈ ദേഷ്യം കോപം ഇതൊരു ചടങ്ങായിട്ട് ചെയ്യണം, ഇനി നാളെ ഒരു ബലി ഇടണം, നാളെ ഒരു ബലി ഇടണം എന്ന് പറഞ്ഞ് ഡോണ്ട് കേഴ്സ്, അതൊരു ശാപമാവാതെ അവരുടെ അനുഗ്രഹം കിട്ടാൻ അവർക്ക് വേണ്ടി ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസം അവർക്ക് വേണ്ടി നമ്മൾ ഉപചാരപൂർവ്വം തലേ ദിവസം വ്രതം എടുത്ത് രാവിലെ ബലിയിടൽ കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് വീത് വയ്ക്കുന്നവരുണ്ട്. കാരണം
നമ്മൾ ഈ ഓരോ പേര് പറഞ്ഞ 16 സംസ്കാരങ്ങളുണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ജനിച്ച് 28 മുതൽ ചടങ്ങുകളാണ്. അപ്പം മരണം കഴിഞ്ഞാൽ ആ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ വാർഷികമായിട്ട് ചെയ്യണം. അപ്പം എല്ലാവരെയും കൂടി സമ്മേളിക്കുന്ന ആ ദിവസമാണേത് കർക്കിടക വാവ്. അത് പിതൃക്കളുടെ ദിവസമാണ്. അപ്പോൾ ക്രിസ്ത്യൻസിനും ഉണ്ട് ഇതുപോലെ, അവർക്കും പിതൃക്കളുടെ ഒരു തുറന്നു വിടുന്ന ഒരു ദിവസമുണ്ട്, വളരെ പൂജയുള്ള ദിവസം എല്ലാവർക്കും ഉണ്ട്. നമ്മളുടെ കാര്യം ചെയ്യും, അത് കറക്റ്റ് ചെയ്യുമ്പോൾ കർക്കിടക വാവിന് ചെയ്യാം. അപ്പോഴും പറ്റാത്തവരുണ്ടെങ്കിൽ കുംഭത്തിൽ ശിവരാത്രി, അല്ല കർക്കിടകം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് വരുന്നത് തുലാത്തിൽ ദീപാവലി, അപ്പോഴും നമുക്ക് ചെയ്യാം. അപ്പൊ ഈ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങവും കന്നിയും കഴിഞ്ഞാൽ തുലാമായി. അപ്പൊ ഈ കർക്കിടകത്തിൽ എന്തെങ്കിലും കുഴപ്പമുള്ളവർക്ക് തുലാത്തിൽ ചെയ്യാം. തുലാത്തിൽ പറ്റിയില്ലെങ്കിൽ കുംഭത്തിൽ ശിവരാത്രി വന്നു. അപ്പൊ ഇങ്ങനെയാണ് 4 വാവ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരാളങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ മൂലത്തിനാണോ പിണ്ടനൂൽ മരണമാണ്, ഉടനെ നിങ്ങൾ 12 മാസത്തേക്ക്, എന്നിട്ടോ അവിടെ പോയിട്ട് ക്ഷേത്രത്തിൽ ഇങ്ങനെ 12 മാസത്തെ ചീട്ടങ്ങാക്കിക്കോന്ന് പറഞ്ഞത്. ഈ ചീട്ടാക്കിയാൽ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അച്ഛന് ബലിയിടുന്നത് ഞാൻ ചെയ്താലല്ലേ വല്ലവർക്കും ഇത് നമ്മളുടെ പേര് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം എൻ്റെ കൺസെപ്റ്റ് മനസ്സുകൊണ്ട് അമ്പലത്തിൽ ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല. എണ്ണ മേടിച്ചു കൊടുത്തോ, പാൽപ്പായസം കഴിച്ചോ, തിലഹവനത്തിന് കൊടുത്തോ, നമസ്കാരത്തിന് കൊടുത്തോ, പക്ഷെ അവിടെ തീരരുത്. സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ അച്ഛനെ നമ്മൾ വിളിച്ച് 2 വറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചോറ് വയ്ക്കുമ്പോഴേ ഒരു 2 വറ്റെടുത്ത് അവരെ സങ്കല്പിച്ച് കാക്കയ്ക്ക് വയ്ക്കുക. കാക്കയുണ്ടെ കഴിക്കട്ടെ, മറ്റു കിളികളാവട്ടെ, ഏതെങ്കിലും പ്രാണികളാവട്ടെ കഴിക്കട്ടെ. അങ്ങനെ ചെയ്താൽ അവരെ ഓർക്കാൻ ശ്രമിക്കുന്നതാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. അത് 7 തലമുറയിൽപ്പെട്ടവരെ വിളിക്കുന്നതാണ്. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്യ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമ. എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ പരമ്പരയും അതുപോലെ അമ്മയെയും അമ്മയുടെ പരമ്പരയെയും ഞാൻ ഗുരുക്കന്മാരായി കാണും. പിതൃക്കളെപ്പോഴും ഗുരുക്കന്മാരാണ്, അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ എന്നും ഓർക്കുകയാണ്. എനിക്ക് അനുഗ്രഹാശിസുകൾ നൽകണം. സ്വത്ത് തരുന്നതിനേക്കാൾ വലിയ അനുഗ്രഹമാണ്. സ്വത്തുണ്ടായിട്ട് എന്താ കാര്യം, അത് നശ്വരമാണ്. പക്ഷെ ഇത് അനശ്വരമാണ് അവരുടെ അനുഗ്രഹം. എല്ലാവർക്കും ഈ കർക്കിടക വാവ് ഏറ്റവും അവനവൻ്റെ മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ ശിവക്ഷേത്രത്തിൽ എണ്ണ മേടിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ അവർക്കായി ഒരു തർപ്പണം ചെയ്തിരിക്കണം. വെള്ളവും എള്ളും പൂവും ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം. ടീച്ചർ എന്തായാലും വളരെ ഒരു വൈറ്റൽ ഇൻഫർമേഷനാണ് കൊടുത്തത്. കാരണം ഈ പറയുന്ന വാവുബലിയാണെങ്കിലും മാസത്തിൽ ചെയ്യുന്ന ബലിയാണെങ്കിലും പല കൺഫ്യൂഷൻസ് ഇന്ന് മാർക്കറ്റിലുണ്ട്. ടീച്ചർ പറഞ്ഞത് മാനസ പൂജ, 2 നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കർക്കിടകത്തിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തുലാത്തിൽ ചെയ്യാം, തുലാത്തിലുണ്ടെന്നുണ്ടെങ്കിൽ കുംഭത്ത് ശിവരാത്രിക്ക് ചെയ്യാം. എന്തായാലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ബലി ഇടാൻ അർഹതയുള്ളവർ, ബലി ഇടാൻ സാഹചര്യങ്ങളില്ലാത്തവർ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ 100% പിതൃക്കളുടെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചവും വിജയവും. അപ്പോൾ സന്തോഷപരമായിട്ട് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.